മത്സരിക്കാനുള്ളൊരു മൂഡില്ല. പക്ഷേ അതേ സമയത്ത് പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് നിൽക്കും. ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് കുറേ നാളായിട്ട് പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ വടകര MP ആയി ഇരുന്നപ്പോഴും എൻ്റെ വോട്ട്, എൻ്റെ അഡ്രസ്സ് എല്ലാം ട്രിവാൻഡ്രമാണ്. പക്ഷെ അന്നേരം ഈ തൃശ്ശൂരിൽ നിന്ന് മടങ്ങി വന്ന സമയത്തുണ്ടല്ലോ, തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം മടങ്ങി വന്ന സമയത്ത് ഞാനിനി വട്ടിയൂർക്കാവിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കുകയാണ് എന്ന് താങ്കൾ അന്ന് അല്ലേ അന്നോട്ട്? അത് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പിന്നെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നപ്പോൾ കോർപ്പറേഷൻ്റെ മൊത്തം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മൊത്തം നഗരത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നോക്കുന്നുണ്ട്, ഇപ്പോഴും നോക്കുന്നുണ്ട്. SIRൻ്റെ ജില്ലയിൽ ചുമതലയുണ്ട്. ജില്ലയിൽ ചുമതലയുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നഗരവും ശ്രദ്ധിക്കും. കാരണം ഒരു ത്രികോണ മത്സരമാണല്ലോ നഗരത്തിൽ, അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ നഗരത്തിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ BJP ഏറ്റവും വലിയ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 5 മണ്ഡലങ്ങളും ഈ ചുറ്റുവട്ടത്താണ്, തിരുവനന്തപുരത്താണ്. വട്ടിയൂർക്കാവ് അതിനകത്ത് ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. ഈ വട്ടിയൂർക്കാവിൽ താങ്കൾ നിന്നാലേ UDFന് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ പറ്റൂ എന്നുള്ള ഒരു തോന്നൽ പൊതുവെ ഉള്ളതാണല്ലോ. അതില്ലാന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? വേറെ ആര് താങ്കൾക്ക് പകരം? അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതൊക്കെ പാർട്ടി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അവലോകനം നടത്തിയിട്ടാണല്ലോ തീരുമാനം എടുക്കുക. സ്വാഭാവികമായിട്ടും എൻ്റെ അഭിപ്രായങ്ങളും ചോദിക്കും. അപ്പോൾ ആ നേരത്തെ ആലോചിക്കാം. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു മത്സരത്തിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ എത്തിയിട്ടില്ല. പക്ഷേ വർക്ക് നന്നായിട്ട് പ്രത്യേകിച്ച് സിറ്റി കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ മൂഡില്ല എന്ന് പറയുന്നത് മത്സരിക്കാൻ? ഞാനിപ്പോൾ 1989 മുതൽ മത്സരരംഗത്തുള്ള ഒരാളാണ്. ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. പക്ഷേ ഇനി പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവർക്ക് അവസരം കൊടുക്കുക. അല്ല, അതിന് താങ്കൾ മാറേണ്ട ആവശ്യമില്ല. അല്ല, അതേതായാലും പാർട്ടി എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കട്ടെ. പക്ഷെ തൃശ്ശൂരിലെ തോൽവിക്ക് ശേഷം ഉണ്ടായിരുന്ന ആ മാനസികാവസ്ഥയല്ല താങ്കൾക്ക് ഇപ്പോൾ. അല്ല, ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിലെ ഇനി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പാർട്ടിയെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ ചുമതല ഞാനാണ് ഏറ്റെടുത്ത്. ഇത്തവണ മറ്റെവിടേക്കും പോയില്ല. നഗരത്തിൽ മാത്രം 101 വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ഉദ്ദേശിച്ചൊരു റിസൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിലും മോശമല്ലാത്ത റിസൾട്ട് ഉണ്ടായി. കാരണം 2 പ്രബല ശക്തികൾക്കിടയിൽ ഒരു ദുർബലമാണ് എന്ന് തോന്നിയ ഒരു പ്രസ്ഥാനത്തിന് ഒരു ഈക്വൽ സ്റ്റാറ്റസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് SIRൻ്റെ ചുമതലയും എന്നെ ഏൽപ്പിച്ചത്. SIRും കുറേയൊക്കെ നല്ല രീതിയിൽ ഒരു എലക്ഷൻ പ്രചരണം പോലെ തന്നെ പ്രവർത്തകരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു. ആ പ്രവർത്തകർ പൂർണ്ണമായിട്ട് സഹകരിച്ചു. പൂർണ്ണമായിട്ട് എനിക്ക് SIRലൊരു സാറ്റിസ്ഫാക്ഷൻ പൂർണ്ണമായിട്ട് വന്നില്ലെങ്കിൽ പോലും മുൻപെടുക്കുന്ന ജോലിയേക്കാൾ കൂടുതൽ ഇത്തവണ അക്കാര്യത്തിൽ വർക്കുമായിട്ട് പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്.